ബ്രഹ്മകമലം പൂത്ത് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ നിശാഗന്ധി തന്നെയാണെന്നേ. ദ ക്യൂൻ ഓഫ് ലൈറ്റ് എന്നാണ് ഈ പൂവിന് പറയണത്. കാരണം നട്ടപ്പാതിരാക്കാണ് ഇത് വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ആ പരിസരത്തൊരു പ്രത്യേക മണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രാത്രിക്ക് ഇങ്ങനെ ഇത് വിരിയണമെന്ന് നോക്കി ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ നിശാഗന്ധിക്ക് ഇലയാണ് കൂടുതൽ. ഇതിന് തണ്ട് അങ്ങനെ ഉണ്ടാവത്തില്ല. ആ ഇലയും തന്നെയാണ് പൂവുണ്ടായി കിടക്കുന്നത്. ഇത് ഉണ്ടായി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അരയന്നമില്ലേ, അതിൻ്റെ തല പോലെയുണ്ട്. നല്ല ഭംഗിയാണ്. ഞങ്ങൾ രാത്രിക്ക് നോക്കി നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്നു. രാത്രിയാകുമ്പോൾ നല്ല മനോഹരിയായിട്ട് എനിക്ക് വിരിഞ്ഞ് അത് വിരിഞ്ഞില്ലായപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉറുമ്പ് വന്നു. ഉറുമ്പ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പൂ കാണണത്. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കുഞ്ഞിലെ ഈ പൂ വിരിയണത് കാണാനായിട്ട് അമ്മ ഇത് കൊണ്ടുപോയി മുറിയിൽ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉറക്കൊളച്ച് നോക്കിയിരുന്നിട്ടുണ്ടെന്നൊക്കെ. അന്നേരം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പൂവല്ല ഇമാതിരി കാണാൻ തന്നെ ഇരിക്കണേന്ന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവണത് ഈ പൂവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അറിയത്തില്ല, ഈ ഒരു ചെടിക്ക് ഇലകളാണ് കൂടുതൽ. ഇല കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടായി വരും. അപ്പോൾ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇല കൊണ്ടുവന്ന് കുത്തി വെച്ചാൽ മതി കേട്ടോ. വലിയ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടായി വരണ ഒരു ചെടിയാണ്. ഇത് എത്ര പേരുടെ വീട്ടിലുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ആരൊക്കെ ഈ പൂ കണ്ടിട്ടുണ്ട്? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്നുള്ളൊരു തോന്നൽ ചിലർക്ക് വരാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.